ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി താറാമുട്ട വെച്ചിട്ടൊരു അടിപൊളി റോസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 താറാവിൻ്റെ മുട്ടയാണ് കേട്ടോ. ഞാനത് ഈസി കുക്കിൻ്റെ മേലെയാണ് പുഴുങ്ങാനായിട്ട് വെച്ചിരിക്കുന്നു. പുഴുങ്ങുമ്പോൾ മുട്ടയുടെ മീതെ വെള്ളം നിൽക്കുന്ന വിധത്തിൽ വെള്ളമൊഴിച്ചിട്ട് വേണം പുഴുങ്ങാൻ. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. മുട്ട പൊട്ടാതിരിക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് സവാളത്തൊലി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ട നന്നായി വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുഴിയുള്ളൊരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വെക്കാം. ഇതിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് അതിലേക്കൊരു 4 സവാള വളരെ കനം കുറച്ച് സ്ലൈസ് ചെയ്ത് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊരു തവി വെച്ച് നന്നായി മിക്സാക്കി കൊടുക്കാം. പഞ്ഞി പോലെ വേവണം സവാള. അതിനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം മൂടി വെക്കാം. തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേണം ഇതുപോലെ മൂടി വെച്ച് നമുക്ക് സവാള ഒന്ന് വാട്ടിയെടുക്കാൻ. മൂടി തുറന്നതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും 1 കഷ്ണം ഇഞ്ചി ചതച്ചതും 4 പച്ചമുളക് ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. വീണ്ടും നമുക്ക് വഴറ്റിയതിന് ശേഷം നമുക്കൊരു 5 സെക്കൻഡ് അടച്ച് വെക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. വേപ്പില, ഇഞ്ചി, പച്ചമുളക് അതിൻ്റെ ഒപ്പം ഇട്ടാലും കുഴപ്പമില്ല, അതല്ല ഇതുപോലെ ഇട്ടാലും കുഴപ്പമില്ല. വീണ്ടും നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് പുഴുങ്ങി വെച്ച നമ്മുടെ ഈ താറാമുട്ട എടുത്ത് അതിലൊക്കെ ഇങ്ങനെ വരയിട്ട് കൊടുക്കാം. നീളത്തിൽ വരയിട്ട് കൊടുക്കുന്നത് താറാമുട്ടയുടെ ഉള്ളിലേക്ക് മസാലയെല്ലാം ഇറങ്ങി അതിനൊരു പ്രത്യേക രുചിയാണ് കഴിക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് താറാവിൻ്റെ മുട്ട ഇതുപോലെ വരയിട്ട് കൊടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാൻ തുറന്നതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാലയാണ് കേട്ടോ. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിക്കേണ്ടത് ചൂടുവെള്ളമാണ് കേട്ടോ. നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. മസാലപ്പൊടികളും നമ്മുടെ സവാളയും എല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ കുഴമ്പ് രൂപത്തിൽ ആയിരിക്കും നമ്മുടെ ഈ ഗ്രേവി. കുറച്ച് ഇരുട്ട് പോലെ കാണുന്നുണ്ടല്ലേ, കറണ്ട് പോയത് കൊണ്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ താറാവിൻ്റെ മുട്ട നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയിൽ നിന്നെല്ലാം കുറച്ച് മസാല എടുത്ത് നമുക്ക് ഈ മുട്ടയിലെ മീതേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ താറാവിൻ്റെ മുട്ടയുടെ മീതേക്കും ഇതുപോലെ മസാല നന്നായിട്ട് നമുക്കാക്കി കൊടുക്കാം. മുട്ടയുടെ മീതെ വരയിട്ടതിനാൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ എരിവും ഉപ്പും എല്ലാം ഇറങ്ങിക്കോളും. സവാള വഴറ്റുമ്പോൾ നമ്മൾ ഉപ്പിട്ടതാണ്. അപ്പോൾ വീണ്ടും നമുക്കൊന്ന് അടച്ച് വെക്കാം. 2-3 സെക്കൻഡ് ശേഷം മൂടി തുറന്ന് നമുക്കിതിലേക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്കിതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തേക്കും മുട്ടയൊക്കെ ഒന്ന് ഉരുട്ടി എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് വിതറി കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാനിതിൻ്റെ മീതേക്ക് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് വീണ്ടും നന്നായി മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെക്കും കേട്ടോ. ഒരു 2 സെക്കൻഡ് നേരം
2 സെക്കൻഡ് നേരം നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ അടച്ച് വെച്ച് വീണ്ടും നമുക്കൊന്ന് തുറന്ന് നോക്കിയാൽ ഗ്രേവിയൊക്കെ വറ്റി വളരെ സൂപ്പറായിട്ടുള്ള ഒരു താറാമുട്ട റോസ്റ്റ് നമുക്ക് കിട്ടും. വളരെ രുചികരമായ ഒന്നാണിത്. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.